വളരെയധികം പുണ്യമുള്ള ഈ രാവ് ധാരാളം ദുആകൾ ചെയ്യേണ്ട പുണ്യമായ രാവാണെന്ന് നമുക്കറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാവിലെ പ്രധാനമായും അവിടുന്ന് ചെയ്ത കർമ്മം അള്ളാഹുവിനോടുള്ള ദുആയായിരുന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ രാത്രി ഉറങ്ങാൻ കിടന്ന നബിയെ പിന്നീട് കാണാതാവുകയാണ്. ആയിഷ ബീവി മറ്റുള്ള ഭാര്യമാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നുമില്ല. മകളുടെ അടുക്കൽ അന്വേഷിച്ചപ്പോൾ അവിടെയുമില്ല. അങ്ങനെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മകളാവുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവരുടെ ഭർത്താവാകുന്ന അലി റളിയല്ലാഹുനും കൂടി അന്വേഷിച്ച് പള്ളികളിലൊക്കെ അന്വേഷിച്ചു. അങ്ങനെ അവിടെയും കാണുന്നില്ല. അപ്പോഴാണ് ജന്നത്തുൽ ബഖീൽ അൽ ബഖീഉൽ ഗർഖദിൽ ഒരു പ്രകാശം കാണുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ദാക ഇല്ലാ നൂറു നബീനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകാശം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഖീഉൽ ഗർഖദിലേക്ക് നടന്നു നീങ്ങി. അടുത്തെത്തിയപ്പോൾ സുജൂദിൽ കടന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന മുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അവർ കണ്ടെത്തുന്നത്. ആ സുജൂദിൽ കടന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ലോകത്തിന്റെ നേതാവ് പുണ്യമായ രാവിൽ സുജൂദിൽ കടന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നത് അവിടുത്തെ ഉമ്മത്താകുന്ന നമുക്ക് വേണ്ടിയായിരുന്നു. അല്ലാഹുവേ, നിന്റെ ഉമ്മത്തിനെ നീ ശിക്ഷിച്ചാൽ, അവരെ നീ അദാബിലാക്കിയാൽ അവർക്ക് പിന്നെ ആരാണുള്ളത്? അവരൊക്കെ പ്രയാസപ്പെട്ടു പോകും. അവർക്ക് നീ കാരുണ്യം ചെയ്തു കൊടുത്താൽ നിന്റെ കാരുണ്യമല്ലാതെ മറ്റെന്താണ് അവർക്ക് ലഭിക്കാനുള്ളത് എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്ത് ആ ദുആന്റെ ഇടയിൽ മകളാവുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉപ്പയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉപ്പദാ സുജൂദിൽ തല ഉയർത്തി മകളെ കണ്ട് മകളോട് പറഞ്ഞു. മകൾ ചോദിച്ചു, അല്ല ഉപ്പ, നിങ്ങൾക്ക് വല്ല വഹയും വന്നതായിരുന്നോ? അതല്ല വല്ല ശത്രുക്കളെയും ഭയപ്പെട്ടത് കൊണ്ടായിരുന്നോ ഇങ്ങനെ പോരാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ഒരു ശത്രുവിനെ ഭയപ്പെട്ടത് കൊണ്ടോ വഹി വന്നതുകൊണ്ടോ ഞാൻ വന്നതല്ല, മറിച്ച് ഇന്നത്തെ രാവ് ലൈലത്തുൽ ബറാഅത്ത് രാവാണ്. ശഅബാൻ 15 രാവ് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പ്രതിപാദിക്കപ്പെട്ട സൂറത്തുൽ ദുഹാൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഒരു അടിമകളുടെ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്കുള്ള മനുഷ്യന്മാർക്കുള്ള എല്ലാ കണക്കുകളുടെയും അവരുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു രാവാണ്. ഓരോ ആളുകൾക്കും ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു രാവാണ്. വളരെയധികം പുണ്യമുള്ള രാവ്. ലൈലത്തുൽ ബറാഅ, ലൈലത്തുർ റഹ്മ തുടങ്ങിയ ധാരാളം പേരുകൾ ഈ പുണ്യമായ രാവിനുണ്ട്. എന്നിട്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്റെ തൃപ്തി വേണോ? എന്നാൽ നിങ്ങൾ ഇന്നത്തെ രാവിൽ പ്രത്യേകമായി സുജൂദുകൾ അധികരിപ്പിക്കുക, റുകൂഉകൾ അധികരിപ്പിക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. മരുമകനാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഓ അലിയാരെ, നിങ്ങൾ പുരുഷന്മാരെല്ലാം വിളിച്ച് എല്ലാവരും സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കണം.
അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങണം, അള്ളാഹുവിനോട് ധാരാളം റഹ്മത്തിനെ ചോദിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നിർദ്ദേശിക്കുകയാണ്. അത്രയും പുണ്യമുള്ള ഈ രാവിൽ അള്ളാഹുവിനോട് നാം ധാരാളം ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ രാവിലെ മഹാന്മാർ നമുക്ക് നിർദ്ദേശിച്ച് അവൻ പഠിപ്പിച്ചു തന്ന പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് 3 യാസീൻ ഓതുക എന്നത്. അതൊക്കെ എല്ലാ മുഅ്മിനീങ്ങളും ഓതിയവരായിരിക്കും. 3 യാസീൻ ഓതാത്തവർ അത് ഓതുക. അതുപോലെ സൂറത്തുൽ ദുഖാൻ ദീർഘായുസ് കിട്ടാൻ വേണ്ടിയും അതുപോലെ കുടുംബത്തിലും മറ്റൊക്കെ ഭക്ഷണത്തിലും മറ്റു നിഅമത്തുകളിലൊക്കെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്റെയും തന്റെ കുടുംബങ്ങളുടെ പേരുകളൊക്കെ വിജയിച്ച വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കരുതി 3 യാസീൻ ഓതുന്നു. അതുപോലെ തന്നെ സൂറത്തു ദുഖാൻ പാരായണം ചെയ്ത് അങ്ങനെ അള്ളാഹുവിലേക്ക് ധാരാളം ദിക്റുകൾ ചൊല്ലി മഹത്തുക്കളൊക്കെ ഈ രാവുകൾ ധന്യമാക്കിയവരാണ്. സുബഹി വരെ ഈ രാവിനെ ധന്യമാക്കി, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി, പകലിൽ നോമ്പനുഷ്ഠിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിച്ചതാണ്. ലൈലത്തുൽ ബറാഅ ശഅബാൻ 15ന്റെ രാവ് 15 ദിവസം എന്നത് പ്രത്യേകമായി എല്ലാ മാസത്തിലും നോമ്പനുഷ്ഠിക്കാൻ സുന്നത്തുള്ള ദിവസങ്ങളിൽപ്പെട്ട ദിവസവും കൂടിയാണ്. അതുപോലെ തന്നെ ലൈലത്തുൽ ബറാഅത്ത് എന്ന നിലക്കും ഇതിനൊക്കെ വലിയ മഹത്വമുണ്ട്. ആ നിലക്ക് നാം ഒക്കെ നാളെ നോമ്പനുഷ്ഠിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി കൂടുതൽ സംസാരിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ ചൊല്ലി നമുക്ക് മൗലിദ് പാരായണം നടത്തി ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു തആല നമ്മെ ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. ഈ മഹത്തായ രാവിലെ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു തആല നരകമോചനം റിക്കാർഡാക്കപ്പെടുന്നുണ്ട്. കലബ് ഗോത്രത്തിലെ ആടിന്റെ രോമത്തേക്കാൾ കൂടുതൽ ഇന്നത്തെ രാവിൽ അല്ലാഹു തആല നരകമോചനം എഴുതപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സാധുക്കളായ നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്